ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡി ടിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ബേസിക് കൺസെപ്റ്റ്സ് ആണ്. സാധാരണ ഈ ചാപ്റ്ററിൽ അധികം അമെൻമെൻറ്റ്സ് വരാത്തതാണ്, എന്നാൽ ഈ വട്ടം കുറച്ചധികം അമെൻമെൻറ്റ്സ് ഈ ചാപ്റ്ററിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാപ്റ്റർ നല്ല ഡെപ്തിൽ നോക്കി പോകുന്നതായിരിക്കും. അപ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ലോ ആണ് ഇതിനെ ഫുൾ ഗവേൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്തെ കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, നമ്മുടെ ഇൻകം ടാക്സ് ലോയ്ക്ക് 5 കമ്പോണൻറ്റ്സ് ആണ് മെയിൻലി ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് 1961 ആക്റ്റാണ് ഇൻകം ടാക്സിന് ഫുള്ളി ഗവേൺ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ആനുവലി ഫിനാൻസ് ആക്ട് ഗവൺമെൻറ് പുറത്തിറക്കും. ഓക്കെ, അതും അതിനെ ബേസ് ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് റൂൾസ് ആണ്. CBDT ആണ് ഇൻകം ടാക്സ് റൂൾസ് ഉണ്ടാക്കാനുള്ള എംപവർ ചെയ്തേക്കുന്ന ബോഡി. അതുപോലെ തന്നെ സർക്കുലേഴ്സും നോട്ടിഫിക്കേഷൻസും ഉണ്ട്, അതും CBDT തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലീഗൽ ഡിസിഷൻസ് ഓഫ് കോർട്ട്സ്, അതായത് കേസ് ലോസും മറ്റു കാര്യങ്ങളും, അതും നോക്കിയാണ് നമ്മൾ ഓരോ സിറ്റുവേഷനിലെയും ടാക്സിബിലിറ്റി ഒക്കെ നിശ്ചയിക്കുന്നത്. ഓക്കെ, അന്നേരം ഇൻകം ടാക്സ് 1961 എന്താണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ബെയർ ആക്റ്റാണ് ഇൻകം ടാക്സ് 1961. അതിനകത്ത് എല്ലാ പ്രൊവിഷൻസും നമുക്ക് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ വരുന്നതാണ് ആനുവൽ ഫിനാൻസ് ആക്ട്. ആനുവൽ ഫിനാൻസ് ആക്ട് എല്ലാ വർഷവും ഫിനാൻസ് മിനിസ്റ്റർ ഫിനാൻസ് ബില്ലായിട്ട് കൊണ്ടുവന്ന് ബഡ്ജറ്റ് സെഷനിൽ പാസ് ചെയ്യുന്നതാണ്. ഈ ഒരു ഫിനാൻസ് ആക്ടിന് 4 പാർട്ടാണ് ഉള്ളത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. ഈ പാർട്ട് 1 പറയുന്നത് നമ്മുടെ കറണ്ട് അസസ്മെൻറ്റ് ഇയറിലെ ടാക്സ് റേറ്റ്സ്, അതാണ് പാർട്ട് 1 പറയുന്നത്. പാർട്ട് 2 പറയുന്നതെന്ന് പറഞ്ഞാൽ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ TDSൻ്റെ റേറ്റ്സ് ആയിരിക്കും. പാർട്ട് 3 പറഞ്ഞാൽ സാലറീസിൽ വരുന്ന ഇൻകം ഏത് റേറ്റിൽ TDS ഡിഡക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ അഡ്വാൻസ് ടാക്സിൻ്റെ കമ്പ്യൂട്ടേഷൻ ഏത് റേറ്റ്സിലായിരിക്കണം, അതാണ് പാർട്ട് 3 പറയുന്നത്. അതുപോലെ തന്നെ പാർട്ട് 4 പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം എന്നുള്ള റൂൾസാണ് പാർട്ട് 4 പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻകം ടാക്സ് റൂൾസ് ഉണ്ടാക്കാനുള്ള പവർ കൊടുത്തേക്കുന്നത് CBDTക്കാണ്. ഇൻകം ടാക്സ് റൂൾസ് ഓരോ ടൈമിൽ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷന് വേണ്ടി അവർ ഫ്രെയിം ചെയ്യുന്ന റൂൾസാണ്. ഓക്കെ, അതിനെ ഒരുമിച്ച് ഇൻകം ടാക്സ് റൂൾസ് 1962 എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ടു ടൈം അവർ ഓരോ സർക്കുലേഴ്സും നോട്ടിഫിക്കേഷൻസും ഇറക്കും. ഇതിൽ സർക്കുലേഴ്സ് CBDT തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ചില സർട്ടൺ സ്പെസിഫിക് പ്രോബ്ലംസും അല്ലെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് സർക്കുലേഴ്സ് ഇറക്കുന്നത്. അത് ഓഫീസേഴ്സിനൊരു ഗൈഡൻസ് ആയിട്ടാണ് ഇറക്കുന്നതെങ്കിലും ഇത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമാണ് ഇത് ബൗണ്ട് ചെയ്യുന്നത്, അല്ലാതെ അസസിയിൽ ഇത് ബൈൻഡിങ് അല്ല. ഓക്കെ, പക്ഷേ നമുക്കൊരു സർക്കുലറിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ CBDT നമ്മളെ അനുവദിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് അനുകൂലമായിട്ടാണ് ഒരു സർക്കുലർ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് അസസിക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ സെൻട്രൽ ഗവൺമെൻറ് ഈ പ്രൊവിഷൻസിന് എഫക്റ്റ് നൽകാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ലോയുടെ ഒരു കമ്പോണൻ്റാണ് കേസ് ലോസ്. അതായത് അസസീസും ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിലുള്ള ലോയിലുള്ള ഇൻ്റർപ്രിട്ടേഷനുള്ള വ്യത്യാസം അത് കോർട്ട്സിലാണ് സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ കോർട്ട്സ് നൽകിയിട്ടുള്ള പ്രൊനൗൺസ്മെൻറ്റ്സ് അല്ലെ ജുഡീഷ്യൽ ജഡ്ജ്മെൻറ്റ്സ് നമുക്ക് നമ്മുടെ കേസിൽ ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് നമുക്ക് കോട്ട് ചെയ്ത് അത് നമുക്ക് അസസ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ 2 ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഈ വേണ്ടപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനകത്ത് സെക്ഷൻ 2 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനിഷൻസ് എല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സെക്ഷൻ 231 പേഴ്സണിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദ ഡെഫിനിഷൻ ഓഫ് അസസി ലീഡ്സ് ടു ദ ഡെഫിനിഷൻ ഓഫ് പേഴ്സൺ. അതായത് അസസി ആണ് നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിൽ ചാർജ് ലെവി ചെയ്യുന്നതും ചാർജ് പേ ചെയ്യേണ്ടതും. സോ അസസി മനസ്സിലാക്കുമ്പോൾ നമുക്ക് പേഴ്സണെ മനസ്സിലാക്കണം. ഓക്കെ, ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ വരും, HUF വരും, കമ്പനി വരും, ഫേം വരും, AOP അതായത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ BOI ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ഇവരെല്ലാം തന്നെ ഈ ഇൻകം ടാക്സിൽ കവർ ചെയ്യുന്ന പേഴ്സണിനകത്ത് വരുന്ന ആൾക്കാരാണ്. ഇനി നമ്മൾ നോക്കേണ്ട ഒരു ഏരിയയാണ് ക്ലാസസ് ഓഫ് കമ്പനീസ്. മെയിൻലി 2 ക്ലാസ് കമ്പനീസ് ഉണ്ട്.
ഒന്നെന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് കമ്പനി, ഒന്നെന്ന് പറഞ്ഞാൽ ഫോറിൻ കമ്പനി. ഡൊമസ്റ്റിക് കമ്പനിയിൽ തന്നെ രണ്ട് തരത്തിലുള്ള കമ്പനിയുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനി. ഒരു കമ്പനി ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നെന്ന് പറഞ്ഞാൽ ആ കമ്പനീസ് ആക്ട് 1956 അല്ലെങ്കിൽ ഇപ്പോഴത്തെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഫോം ചെയ്തതും രജിസ്റ്റർ ചെയ്തതുമായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലായിരിക്കണം. ഇനി ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനി അത് കൂടാതെ വേറെ ഏതെങ്കിലും കമ്പനികൾ അവരുടെ ഇൻകം ടാക്സിന് ലയബിളാണ്, അവരിവിടെ അറേഞ്ച്മെൻറ്റ്, അതായത് ഡിവിഡൻറ്റിൻ്റെ ഡിക്ലറേഷനും പേയ്മെൻറ്റിനും ഇവിടെ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനീസിനെ ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയും. ഇനി ഡൊമസ്റ്റിക് കമ്പനി അല്ലാത്ത കമ്പനികളെല്ലാം ഫോറിൻ കമ്പനി എന്നാണ് പറയുന്നത്. അതായത് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ ഡൊമസ്റ്റിക് കമ്പനി ഈസ് കോൾഡ് ഫോറിൻ കമ്പനി. അതുപോലെ തന്നെ സെക്ഷൻ 2 സബ്സെക്ഷൻ 24 ഇൻകത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് അതായത് ഇൻകം ടാക്സ് വരണമെങ്കിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ആയാൽ മാത്രമേ നമുക്ക് ഇൻകം ടാക്സ് വരുന്നുള്ളൂ. സോ ഇൻകം എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഇവിടെയും ഇൻകം ഇൻക്ലൂസീവായിട്ടുള്ളൊരു ഡെഫിനിഷനാണ് നൽകിയിരിക്കുന്നത്, എക്സോസ്റ്റീവായിട്ടൊരു ഡെഫിനിഷനല്ല. അതായത് ഇൻകത്തിൽ ഇന്ന കാര്യങ്ങൾ വരും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ്, അതായത് ബിസിനസ്സിൽ നിന്നാവാം, പ്രൊഫഷനിൽ നിന്നാവാം. പിന്നെ ഡിവിഡൻസ്, വോളണ്ടറി കോൺട്രിബ്യൂഷൻ റിസീവ്ഡ് ബൈ എ ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. കുറച്ച് 1023(c)യിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാം വോളണ്ടറി കോൺട്രിബ്യൂഷന്, വാല്യൂ ഓഫ് എനി പെർക്യൂസിറ്റ്സ് ഓർ പ്രോഫിറ്റ് ഇൻ ലിയോ സാലറി, അതായത് സാലറി ആയിട്ട് കിട്ടുന്നത്, പെർക്യൂസൈറ്റ്സ് ആയിട്ട് കിട്ടുന്നത്, അങ്ങനെ കുറേ അധികം ഇൻകം സെക്ഷൻ 2 സബ്സെക്ഷൻ 24 പറയുന്നുണ്ട്. അത് ജസ്റ്റ് വായിച്ചിരിക്കുക. ആ ഇൻകംസിനെ കുറിച്ചെല്ലാം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 1-2 കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ എനി കൺസിഡറേഷൻ റിസീവ്ഡ് ഫോർ ഇഷ്യൂ ഓഫ് ഷെയർസ് ആസ് എക്സീഡ്സ് ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ. അതായത് ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും എക്സീഡ് ചെയ്ത് എന്തെങ്കിലും കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ടാക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും മണി അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തു, പക്ഷേ പിന്നീട് അതിന് ട്രാൻസ്ഫർ നടക്കാതെ വന്ന് അതിലൊരു ഫോർഫിറ്റ് ചെയ്ത എമൗണ്ട് ഉണ്ടെങ്കിൽ അതും ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സ് ചെയ്യും. അതുപോലെ തന്നെ ഇൻഅഡിക്വേറ്റ് കൺസിഡറേഷൻ അല്ലെങ്കിൽ വിത്തൗട്ട് കൺസിഡറേഷൻ ഏതെങ്കിലും സം ഓഫ് മണിയോ അല്ലെങ്കിൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടിയോ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എനി കോമ്പൻസേഷൻ ഓർ അതർ പേയ്മെൻറ്റ് ഡ്യൂ ടു ഓർ റിസീവ്ഡ് ബൈ എനി പേഴ്സൺ ബൈ വാട്ട് എവർ നെയിം കോൾഡ്. അതായത് നമുക്ക് എന്തെങ്കിലും കോമ്പൻസേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേയ്മെൻറ്റോ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്നറിയോ, എംപ്ലോയ്മെൻറ്റിൻ്റെ ടെർമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുവാണെങ്കിൽ അതും ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. ഇൻകം ഫ്രം അതർ സോഴ്സിൽ അതും ടാക്സ് ചെയ്യും. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കിട്ടുന്ന സബ്സിഡി, ഗ്രാൻഡ് അല്ലെങ്കിൽ ക്യാഷ് ഇൻസെൻറ്റീവ് ഓർ ഡ്യൂട്ടി ഡ്രോബാക്ക് ഇതെല്ലാം തന്നെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. പക്ഷെ അതിൽ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് സബ്സിഡി ഓർ ഗ്രാൻഡ് ടു അക്കൗണ്ട് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഡിപ്രീഷ്യബിൾ അസറ്റ്. അതായത് ഡിപ്രീഷ്യബിൾ അസറ്റിൻ്റെ ആക്ച്വൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ നേരത്തെ എടുക്കുന്ന റീഇംബേഴ്സ്മെൻറ്റ് അത് നമുക്ക് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ കോർപ്പസ്, ട്രസ്റ്റിൻ്റെയോ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ കോർപ്പസിലേക്ക് കൊടുക്കുന്ന ഫണ്ടുകൾ, സബ്സിഡറി ഗ്രാൻഡ്, അതും ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്തതായിട്ട് വളരെ ബേസിക്കായിട്ടുള്ളൊരു കാര്യമാണ്, എന്നാലും അത് പറയാതെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. പ്രീവിയസ് ഇയർ എന്താണ്, അസസ്മെൻറ്റ് ഇയർ എന്താണെന്നുള്ളത്. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വർഷത്തെ ഇൻകമാണോ നമ്മൾ കണക്കാക്കുന്നത് ആ വർഷത്തെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. പക്ഷേ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ കഴിഞ്ഞ് അടുത്ത വർഷമായിരിക്കും നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഇൻകം അസസ് ചെയ്യുന്നത്. ആ ഇയറിനെയാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് 19-20 നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് വെച്ചോ. നമ്മുടെ ഇൻകം ജനറേറ്റ് ആയത് 19-20 പക്ഷേ നമ്മൾ ഈ ഇൻകം അസസ് ചെയ്യുന്നത് 2020-21 ഇയറിലായിരിക്കും. അതായത് 19-20 കഴിഞ്ഞിട്ടുള്ള അടുത്ത വർഷം 2020-21. ആ 2021 ആണ് അസസ്മെൻറ്റ് ഇയർ. നമുക്ക് ഏത് വർഷമാണോ ഇൻകം ജനറേറ്റ് ചെയ്തത് ആ ഇയറാണ് പ്രീവിയസ് ഇയർ. ഇനി
നമ്മൾ പറഞ്ഞല്ലോ പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയർ എന്താണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾക്ക് പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയർ എന്നുള്ളൊരു കൺസെപ്റ്റ് കുറച്ച് വ്യത്യാസമാണ്. അതായത് പ്രീവിയസ് ഇയറിൽ ഇൻകം ആയിരിക്കത്തില്ല അസസ്മെൻറ്റ് ഇയറിൽ കണക്കാക്കുന്നത്. അതിൽ കുറേ എണ്ണമുണ്ട്. അത് ആ ഗ്രൂപ്പ് ഓഫ് ഇൻകത്തിന് അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്നാണ് പറയുന്നത്. അത് 68, 69, 69A, 69B, 69C, 69D ഈ ഇത്രയും 5 സെക്ഷൻസിനെയാണ് അൺഡിസ്ക്ലോസ്ഡ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അതിൻ്റെ അസസ്മെൻറ്റ് ഇയർ കണ്ടുപിടിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ 68, സെക്ഷൻ 68 എന്ന് പറഞ്ഞാൽ ക്യാഷ് ക്രെഡിറ്റ്. ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ എനി സം is found credited in the books of the assessee and the assessee offers no explanation about the nature and the source of the explanation offered and is not satisfactory in the opinion of the assessing officer. അതായത് നമ്മുടെ കുറച്ച് ബുക്സിൽ കുറച്ച് എമൗണ്ട് ക്രെഡിറ്റഡ് ആയിട്ട് കാണിക്കുന്നു. പക്ഷേ അതിൻ്റെ നേച്ചറോ സോഴ്സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ അസസ്സിക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ എക്സ്പ്ലനേഷൻ സാറ്റിസ്ഫാക്ടറി ആയിട്ട് അസസിങ് ഓഫീസറിന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദ സംസ് ഓഫ് ക്രെഡിറ്റഡ് മേ ബി ചാർജ് ആസ് ദ ഇൻകം ഓഫ് അസസ്സി ഓഫ് ദാറ്റ് പ്രീവിയസ് ഇയർ. ഏത് പ്രീവിയസ് ഇയറിലാണോ ഇത് കണ്ടുപിടിക്കുന്നത് ആ പ്രീവിയസ് ഇയറിലെ ഇൻകം ആയിട്ട് അത് ട്രീറ്റ്. അടുത്തതായിട്ട് സെക്ഷൻ 69 ആണ്. അതായത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അസസ്സി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വന്നിട്ടില്ല. അല്ലെങ്കിൽ അസസ്സി എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും ഒന്നും അസസിങ് ഓഫീസറിന് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ടാക്സ്ഡ് ആസ് ഡീംഡ് ഇൻകം ഓഫ് ദ ഓഫ് സച്ച് ഫിനാൻഷ്യൽ ഇയർ. ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ അസസിങ് ഓഫീസർ അങ്ങനെ കണ്ടുപിടിക്കുന്നത് ആ ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകമായിട്ട് ആ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ട്രീറ്റ് ചെയ്യും. അടുത്തെന്ന് പറഞ്ഞാൽ സെക്ഷൻ 69A ആണ്. അതായത് അൺഎക്സ്പ്ലെയിൻഡ് മണി. അതായത് ഫിനാൻഷ്യൽ ഇയറിൽ അസസ്സിയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും മണിയോ ബുള്ളിയനോ ജുവലറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിലപിടിപ്പുള്ള ആർട്ടിക്കിളോ കണ്ടെത്തുകയാണെങ്കിൽ അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ അസസ്സി കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ അസസിങ് ഓഫീസറിന് തൃപ്തിയായിട്ട് തോന്നിയില്ല എങ്കിലും അത് ആ വർഷത്തെ ഏത് വർഷമാണോ അത് കണ്ടുപിടിക്കുന്നത് ആ വർഷത്തെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. അടുത്തതായിട്ട് വരുന്നത് സെക്ഷൻ 69B ആണ്. അതായത് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോട്ട് ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഫുൾ വാല്യൂ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻസ് ഓഫ് ദ എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ആ ഡിഫറൻസ് ഉണ്ടല്ലോ, അതായത് ആക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ ബുക്കിൽ ഡിസ്ക്ലോസ് ചെയ്ത എമൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ആ വർഷത്തെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. അടുത്തതായിട്ട് സെക്ഷൻ 69C അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ. അതായത് ഒരു വലിയ തുക വലിയ തുകയെന്ന് പറയേണ്ട ഒരു തുക അതായത് എക്സ്പെൻഡിച്ചറായിട്ട് വന്നു, പുള്ളിക്കാരനാണെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലൊന്നും വരാത്ത ഒരു എക്സ്പെൻഡിച്ചർ. അങ്ങനെ ആകുമ്പോൾ അതിനുള്ള സോഴ്സ് എവിടെ നിന്നാന്ന് പ്രൂവ് ചെയ്യാൻ അസസ്സിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് അസസ്സിക്ക് ആ വർഷം അത് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് ഇപ്പം ഒരു പുള്ളിക്കാരനൊരു മോളുടെ കല്യാണം നടത്തി, അതായത് ഒരു 70 ലക്ഷം രൂപ കൊടുത്തു, പുള്ളിക്കാരൻ സ്ത്രീധനവും കൊടുത്തു, 1 കോടി രൂപ പുള്ളി അതിൻ്റെ എക്സ്പെൻഡിച്ചർ മൊത്തത്തിലായി. പക്ഷേ അതിനുള്ള വരുമാനം പുള്ളിയുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് ചെയ്യുന്നോ പുള്ളിക്കാരന് എവിടെ നിന്നാണ് അതിൻ്റെ വരുമാനം വന്നതെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ വർഷം അത് പുള്ളിയുടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്ത് ടാക്സ് ചെയ്യും. അടുത്തതായിട്ട് സെക്ഷൻ 69D എമൗണ്ട് ബോറോഡ് ഓർ റീപെയ്ഡ് ഓൺ ഹുണ്ടി. അതായത് അതർ ദാൻ അക്കൗണ്ട് പേ ചെക്ക് ഡ്രോൺ ഓൺ എ ബാങ്ക് അങ്ങനെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ റീപേ ചെയ്യുവാണെങ്കിൽ ആ എമൗണ്ട് നമ്മൾ ഇൻകമായിട്ട് ആ വർഷം തന്നെ ട്രീറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ പറഞ്ഞ സെക്ഷൻ 68, സെക്ഷൻ 69A, 69B, സെക്ഷൻ 69C, സെക്ഷൻ 69D ഈ 5 സെക്ഷൻസും അൺഡിസ്ക്ലോസ്ഡ് ഇൻകത്തിൽ വരുന്നതായതുകൊണ്ട് ഇതിനെ സ്പെഷ്യൽ റേറ്റ്സിലാണ് ടാക്സ് ചെയ്യുന്നത്. അത് സെക്ഷൻ 115BBE എന്ന് പറയുന്ന സെക്ഷനിലാണ് ടാക്സ് ചെയ്യുന്നത്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 60% ഫ്ലാറ്റ് റേറ്റിലാണ് ടാക്സ് ചെയ്യുന്നത്. അത് കൂടാതെ 25% സർചാർജും 4% ഹയർ എഡ്യൂക്കേഷൻ സെസ്സും വരുന്നുണ്ട്. നോർമലി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രീവിയസ് ഇയറിലുള്ള ഇൻകം അസസ് ചെയ്യുന്നത് അസസ്മെൻറ്റ് ഇയറിലാണ്. എന്നാൽ അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻസാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ആ എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ പ്രീവിയസ് ഇയറിൽ ഉണ്ടാകുന്ന ഇൻകം പ്രീവിയസ് ഇയറിൽ തന്നെ അത് അസസ് ചെയ്യും. അതിൽ 5 എണ്ണം ഉണ്ട്. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ സെക്ഷൻ 172
അതായത് ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡൻറ്റ്. ആ ഷിപ്പിംഗ് ബിസിനസ്സിൽ അതായത് നോൺ റെസിഡൻറ്റിനാണ്, ഒന്നെങ്കിൽ അത് നോൺ റെസിഡൻറ്റിനാണ്, അല്ലെങ്കിൽ അത് പുള്ളി ചാർട്ടർ ചെയ്തേക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 7% ഫ്രൈറ്റ് പേ ചെയ്തത് അല്ലെ പേയബിളായിട്ടുള്ളതിൻ്റെ 7% ഇവിടുത്തെ ഇൻകമായിട്ട് ഡീം ചെയ്ത് അത് ചാർജ് ചെയ്യണം, ടാക്സിന് ചാർജ് ചെയ്യണം. രണ്ടെന്ന് പറഞ്ഞാൽ സെക്ഷൻ 174 പേഴ്സൺസ് ലീവിങ് ഇന്ത്യ, അതായത് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്ന ആൾക്കാർ, അവർക്ക് തിരിച്ചു വരാൻ യാതൊരു ഇൻറ്റൻഷനും ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിലെ ഇൻകം ആ പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് ചെയ്തിട്ട് വേണം പോവാൻ. അടുത്തതെന്ന് പറഞ്ഞാൽ സെക്ഷൻ 174A, അതായത് AOP ഓർ BOI ഓർ ആർട്ടിഫിഷ്യൽ ജൂറിസ്ഡിക്ഷണൽ പേഴ്സൺ ഫോംഡ് ഫോർ എ പർട്ടിക്കുലർ ഈവൻറ്റ് ഓർ പർപ്പസ്, അതായത് ഒരു പർട്ടിക്കുലർ ഈവൻറ്റിന് വേണ്ടിയോ പർപ്പസിന് വേണ്ടിയോ ഒരു AOP തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഡിസോൾവ് ആവുന്നതിന് മുമ്പ് ആ ഡിസോൾവ് ആവുന്ന വരെയുള്ള ഡേറ്റിലുള്ള ഇൻകം ആ റെലവൻ്റ് അസസ്മെൻറ്റ് ഇയർ തന്നെ അത് ടാക്സ് ചെയ്യണം. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെക്ഷൻ 175, അതായത് പേഴ്സൺ ലൈക്ലി ടു ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്, അതായത് ചില ആൾക്കാർ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ആ അസസ്മെൻറ്റ് ഇയർ അല്ല പ്രീവിയസ് ഇയർ തന്നെ അത് ടാക്സ് ചെയ്യുന്നതാണ്. അവസാനമായിട്ട് അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ സെക്ഷൻ 176 ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്, അതായത് ഒരു ബിസിനസ് അല്ലെ പ്രൊഫഷൻ ഒരു അസസ്മെൻറ്റ് ഇയറിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ പ്രീവിയസ് ഇയർ അപ് ടു ദ ഡേറ്റ് ഓഫ് സച്ച് ഡിസ്കണ്ടിന്യൂസ് ആ അസസിങ് ഓഫീസറുടെ ഡിസ്ക്രിപ്ഷനിൽ ആ പ്രീവിയസ് ഇയർ തന്നെ ചാർജ് ടു ടാക്സ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 4. സെക്ഷൻ 4 ആണ് ചാർജിങ് സെക്ഷൻ, അതായത് ഇൻകം ടാക്സ് ആക്ടിലെ ചാർജിങ് സെക്ഷൻ ഉള്ളത് കൊണ്ടാണ് എല്ലാ ഇൻകത്തിനെയും ഇൻകം ടാക്സ് ആക്ടിൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ടാക്സ് ഷാൽ ബി ചാർജ് അറ്റ് ദ റേറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ ഇയർ ബൈ ദ ആനുവൽ ഫിനാൻസ് ആക്ട്, അതായത് ആനുവൽ ഫിനാൻസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ്സിൽ ടാക്സ് ചാർജ് ചെയ്യണം. അതുപോലെ തന്നെ ദ ചാർജ് ഈസ് ഓൺ എവറി പേഴ്സൺ സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 231, അതായത് 231 പറയുന്ന പേഴ്സൺ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, പേഴ്സൺ 231 പറയുന്ന പേഴ്സണിൽ എല്ലാവർക്കും ചാർജ് ആപ്ലിക്കബിൾ ആണ്. ടാക്സ് ഈസ് ചാർജബിൾ ഓൺ ദ ടോട്ടൽ ഇൻകം ഏൺഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആൻഡ് നോട്ട് ദ അസസ്മെൻറ്റ് ഇയർ, അതായത് പ്രീവിയസ് ഇയറിൽ ഉണ്ടാകുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ടാക്സ് ചാർജ് ചെയ്യേണ്ടത്, അസസ്മെൻറ്റ് ഇയറിൽ ഉണ്ടാകുന്ന ഇൻകത്തിനെയല്ല. പക്ഷേ അതിന് നമ്മളൊരു 5 എക്സെപ്ഷൻ നമ്മൾ നോക്കിയായിരുന്നു. സെക്ഷൻ 172, 174, 174A, 175, 176 റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കുക. അതായത് 172 ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡൻറ്റ്, 174 പേഴ്സൺസ് ലീവിങ് ഇന്ത്യ, 174A AOP BOI ഫോംഡ് ഫോർ എ പർട്ടിക്കുലർ റീസൺ, 175 ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ഫോർ ഇവേഡിങ് ടാക്സ്, 176 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കണ്ടിന്യൂസ് ഓഫ് ബിസിനസ്. അങ്ങനെ ആകുമ്പം നമ്മൾ ഈ സെക്ഷൻസ് ഒക്കെ ഏകദേശം കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. അന്നേരം അതാണ് ചാർജിങ് സെക്ഷനിൽ വരുന്നത്. ടാക്സ് ഷാൽ ബി ലെവീഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ആൻഡ് സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദ ആക്ട്, അതായത് ആക്ടിൽ ബാക്കിയുള്ള പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസും ആയിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ചാർജബിലിറ്റി നിശ്ചയിക്കാൻ. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റേറ്റ്സ് ഓഫ് ടാക്സ് ആണ്. ഇൻകം ടാക്സ് ആക്ടിൽ നോർമലി ഫിക്സഡ് ആണ്, ആനുവൽ ഫിനാൻസ് ആക്ടിൽ ഫിക്സ് ചെയ്തേക്കുന്ന റേറ്റ്സ് വെച്ചാണ് ടാക്സ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡിവിജ്വൽ HUF AOP BOI ഓർ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ അവരുടെയാണ്. അതായത് നോർമൽ ആൾക്കാരുടെ സ്ലാബ് റേറ്റ്സിലാണ് ടാക്സ് ചെയ്യുന്നത്. ആ സ്ലാബ് എന്തുവാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻഡിവിജ്വൽസിൻ്റെ കേസ് ആകുമ്പം 60 ഏജിന് താഴോട്ടുള്ളവരുടെ സ്ലാബാണ് പറയുന്നത്. 60 ഏജിന് താഴെ നോൺ റെസിഡൻസിനും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ പറയുന്നതായിരിക്കും. നോൺ റെസിഡൻസിന് എല്ലാവർക്കും ഈ സ്ലാബാണ്, പക്ഷേ റെസിഡൻ്റായിട്ടുള്ള 60 ഏജിന് താഴെയുള്ളവർക്കാണ് ഈ സ്ലാബ് വരുന്നത്. അന്നേരം നമ്മൾ ആ സ്ലാബ് നോക്കുമ്പം 2.5 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല, നില്ലാണ് റേറ്റ്. 2.5 ലക്ഷം തൊട്ട് 5 ലക്ഷം രൂപ വരെയുള്ള അതിന് 5% റേറ്റ്. അതായത് 2.5 ലക്ഷത്തെ എക്സീഡ് ചെയ്യുന്നത് 5 ലക്ഷം വരെ മാക്സിമം 5%. 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ 20%, 10 ലക്ഷത്തിന് മേളിൽ 30% വരുന്നത്. നമുക്കതിനൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു എക്സ് എന്ന് പറയുന്ന ഒരാൾക്ക് 12 ലക്ഷം രൂപ ഇൻകം ഉണ്ട്. അയാളുടെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2.5 ലക്ഷം രൂപയ്ക്ക് നില്ലാണ്. 2.5 ലക്ഷം തൊട്ട് 5 ലക്ഷം രൂപ വരെ പുള്ളിക്കാരന് 5% ടാക്സ്, അതായത്
2,00,000-ന് 5% എന്ന് പറഞ്ഞാൽ 12,500 രൂപ വരും. അതുപോലെ 5 ലക്ഷം തൊട്ട് 10 ലക്ഷം രൂപ വരെയുള്ളതിന് 20%, അതായത് 1,00,000 രൂപ വരും. ആ 10 ലക്ഷത്തിന് മേളിലുള്ള 2 ലക്ഷം ഇല്ലേ, ടോട്ടൽ 12 ലക്ഷമാണ്. അതുകൊണ്ട് ആ എക്സസ് ആയിട്ടുള്ള 2 ലക്ഷത്തിന് 30%, അതായത് 60,000 രൂപ വരും. അങ്ങനെ ടോട്ടൽ 1,72,500 വരും. അതായത് സ്ലാബ് റേറ്റ്സിലാണ് നമുക്ക് ഇൻഡിവിജ്വൽസിൻ്റെ ടാക്സ് നമ്മൾ കണ്ടെത്തുന്നത്. ഇനി ചെറിയൊരു വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ 60 ഏജിന് മേളിലുള്ളവർക്ക് 80 ഇയേഴ്സ് വരെയുള്ളവർക്ക്, അതായത് 60 വയസ്സിനും 80 വയസ്സിനും ഇടയിലുള്ളവരുടെ സ്ലാബിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ 2.5 ലക്ഷം എന്നുള്ളതിൻ്റെ സ്ലാബ് 3 ലക്ഷം വരെയാണ്. അതായത് 3 ലക്ഷം രൂപ വരെ നിൽ റേറ്റ് ആണ്. ബാക്കിയുള്ള ടാക്സ് റേറ്റ്സ് എല്ലാം സെയിം ആണ്. അതായത് 3 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ 5%, 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ 20%, 10 ലക്ഷത്തിന് മേളിൽ 30%. അതുപോലെ തന്നെ 80 വയസ്സിന് മേളിലുള്ളത്, അതായത് സൂപ്പർ സീനിയർ സിറ്റിസൺ, അതായത് വെരി സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള 80 വയസ്സിന് മേളിലുള്ളവർ, അവർക്ക് 5 ലക്ഷം വരെ ടാക്സ് ഇല്ല. അതായത് ബാക്കിയുള്ളവർ എല്ലാം ഒരു താഴത്തെ സ്ലാബായ 2 ലക്ഷം 3 ലക്ഷം എന്നുള്ളത് അവർക്ക് ആ സ്ലാബ് ഇല്ല. അവരുടെ നേരെ സ്ലാബ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷമാണ്. 5 ലക്ഷം വരെ അവർക്ക് ഇൻകം ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് 5% ആ സ്ലാബ് വരുന്നില്ല. അതിന് പകരം 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ 20%, 10 ലക്ഷത്തിന് മേളിൽ 30%. ഓക്കെ, അന്നേരം നമുക്ക് ഏകദേശം ഒരു ഐഡിയ ആയാലും ഇൻഡിവിജ്വൽസിൻ്റെ എങ്ങനെയാണ്. 60 വയസ്സിന് താഴെയാണ് 2 ലക്ഷം വരെ ഇല്ല, 2.5 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ 5%, 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ 20%, 10 ലക്ഷത്തിന് മേളിൽ 30%. ഇനി 60 വയസ്സിനും 80 വയസ്സിനും ഇടയ്ക്കുള്ളവരാണെങ്കിലോ 3 ലക്ഷം വരെ ഇൻകത്തിന് ടാക്സ് ഇല്ല. 3 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ ഉള്ളവർക്ക് 5%, 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്കുള്ളവർക്ക് 20%, 10 ലക്ഷത്തിന് മേളിലുള്ളവർക്ക് 30%. 80 വയസ്സിന് മേളുള്ളവരാണെങ്കിലോ 5 ലക്ഷം വരെ അവർക്ക് ടാക്സ് ഇല്ല. 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ ഉള്ളവർക്ക് 20%, 10 ലക്ഷത്തിന് മേളിലുള്ളവർക്ക് 30%.